പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാന റൗണ്ട് പ്രചരണം ആരംഭിക്കാനുള്ള ശ്രമങ്ങളിലാണ് മുന്നണികളെല്ലാം. നമുക്കറിയാം, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടുന്നതിൻ്റെ 4/1 സമയം മാത്രമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് കിട്ടിയത്. ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് 28-ാം തീയതിയാണ്. 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. എന്നാൽ 7-ാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിക്കും. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, 12-13 ദിവസം. അതിൻ്റെ ഇടയിൽ ഈസ്റ്റർ പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ചേർന്ന് വളരെ കുറച്ച് സമയമേ എനിക്ക് കിട്ടാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായിട്ടുള്ള അവസാന റൗണ്ട് പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ഒരു മൊണോലിത്തിക്കായിട്ടുള്ള ഒരു ഏകശിലാരൂപമായിട്ടുള്ള ആ പാർട്ടിയിൽ ഗുരുതരമായ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമൊക്കെ CPMൽ നിന്ന് വിട്ടുവന്ന നേതാക്കന്മാർ വിമതരായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, CPMനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കേഡർ പാർട്ടിയാണ്. M.V. ഗോവിന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരും 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുകളുമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി തൂണിലും തുരുമ്പിലുമുള്ള പാർട്ടിയാണ്. എവിടെ നോക്കിയാലും ആ പാർട്ടിയെ കാണാം എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. 10-25 ലക്ഷം തൊഴിലാളികൾ CITUവിൽ, അതുപോലെ എല്ലായിടത്തും എവിടെ നോക്കിയാലും CPM. ആ പാർട്ടിയിൽ കഴിഞ്ഞൊരു 4-5 തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് നമ്മൾ നോക്കിയാലും ആ പാർട്ടിക്കെതിരെ ആ പാർട്ടിയിൽ നിന്നുള്ള സമുന്നതരായ നേതാക്കന്മാർ വിമതരായി വന്ന് മത്സരിക്കുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നൊരു 10-25 വർഷക്കാലത്തിന് മുമ്പ് പോലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പാർട്ടി പിളർന്ന് അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയവർ, ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പുറത്തേക്ക് പോയവരൊക്കെ മത്സരിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ഏകശിലാരൂപമായിട്ടുള്ള മൊണോലിത്തിക്കായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് ആ പാർട്ടി തെറ്റിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ആ പാർട്ടി സ്വജന പക്ഷപാതത്തിൻ്റെ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ആ പാർട്ടി ഒരു അഴിമതി പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പുറത്തു വന്ന് വിമതരായി മത്സരിക്കുകയും ആ പാർട്ടിക്ക് വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭവം ഒരുപക്ഷെ എനിക്കൊന്നൊരു കഴിഞ്ഞ 10-25 വർഷത്തിനിടയിലും നമുക്കതൊരു ശീലമുള്ള കാര്യമല്ല. CPMനകത്ത് അഴിമതിക്കെതിരെ വലിയ സമര പോരാട്ടങ്ങൾ നടന്നത് 10-15 വർഷക്കാലം അത് PS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലാണത് നടന്നു പോകുന്നത്. പക്ഷേ ആ സമരം എങ്ങും എത്താതെ പോയി എന്നുള്ളത് നമ്മൾ കണ്ടു. PS ഇടയ്ക്ക് വെച്ച് 2014 കഴിഞ്ഞപ്പോഴത്തേക്കും രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോയി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് PS നമ്മളെ ഭൗതികമായി തന്നെ വിട്ടുപോവുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMൻ്റെ തെറ്റായ സഞ്ചാരത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് CPMൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പുറത്തു വന്ന CPMനെതിരെ മത്സരിക്കുകയും CPMന് വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ആ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവർ CPM പറയുന്ന പോലെ ഒരു ഡാം സ്ക്വിബായി, ഒരു നനഞ്ഞ പടക്കമായി അവർ തീരുമോ? അതോ ആ സ്ഥാനാർത്ഥികൾക്ക് ജയസാധ്യതയുണ്ടോ? അതാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പ്രധാനമായും 4 വിമതന്മാരാണ് CPMന് നിന്ന് പുറത്തേക്ക് വന്ന് CPMനെതിരായി UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സമരമല്ല അവർ നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ മുന്നണിയുടെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ 4 പേരും മത്സരിക്കുന്നത്. അവരാരൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. പയ്യന്നൂരിൽ മത്സരിക്കുന്ന ശ്രീ V. കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ മത്സരിക്കുന്ന TK ഗോവിന്ദൻ, ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന PK ശശി, അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന G. സുധാകരൻ. ഇവർ 4 പേരുമാണ് CPMനെതിരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന വിമതന്മാർ. ഇവരാരും ജയിക്കില്ല എന്നാണ് CPM വിലയിരുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 4 പേരിൽ തന്നെ 2 പേര് CPMൻ്റെ ഉറച്ച കോട്ടയിൽ നിന്നാണ് മത്സരിക്കുന്നത്. CPMൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉറച്ച കോട്ടയെന്ന് നമുക്ക് പറയാവുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അവിടുന്ന് V. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. CPMൻ്റെ മറ്റൊരു ഉറച്ച കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിൽ നിന്ന് TK ഗോവിന്ദൻ മത്സരിക്കുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് PK ശശി മത്സരിക്കുന്നു. ഒറ്റപ്പാലവും ഏതാണ്ട് ഒരു കോട്ട പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടുന്ന് PK ശശി മത്സരിക്കുന്നു.
അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ മത്സരിക്കും. അമ്പലപ്പുഴയിലും ഒരു 4-5 തെരഞ്ഞെടുപ്പായി CPM ആണ് മത്സരിക്കുക. ഇപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ വിമതന്മാർ മത്സരിക്കുന്നിടത്തും നമ്മൾ തിയറിറ്റിക്കലായിട്ട് നോക്കിയാൽ CPM അതിശക്തമായിട്ടുള്ള ഒരു മുന്നണി ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സുഹൃത്തുക്കളെ? ഇപ്പോൾ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ 965 മുതൽ CPM മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടുണ്ടെങ്കിൽ അതിലേതാണ്ട് 93,000 വോട്ടും CPM-നാണ് കിട്ടിയത്. 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പയ്യന്നൂരിൽ CPM ജയിച്ചത്. അവിടെയാണ് വി കുഞ്ഞികൃഷ്ണൻ UDF-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അവിടെ കുഞ്ഞികൃഷ്ണന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയേണ്ടത്. അതാണ് വോട്ടിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വോട്ടിൻ്റെ കണക്കുകൾ അനുസരിച്ചിട്ട് അങ്ങ് തെരഞ്ഞെടുപ്പ് ഫലം വരാറില്ലല്ലോ. ഉദാഹരണത്തിന് അരൂരിൽ നിന്ന് 2016 A. മാരിഫ് എന്ന് പറഞ്ഞ CPM-ൻ്റെ സ്ഥാനാർത്ഥി 35,000 വോട്ടിന് ജയിച്ചു. 2019 അരൂര് 2019 A. മാരിഫ് രാജിവെച്ച് ആലപ്പുഴ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഷാനിമോൾ ഉസ്മാനാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. സ്വാഭാവികമായും അവിടെ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുമ്പം ഷാനിമോൾ ഉസ്മാൻ യാതൊരു ജയസാധ്യതയില്ല. കാരണം 36,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആരിഫ് ജയിച്ചൊരു മണ്ഡലമാണ് അവിടെ. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഷാനിമോൾ ഉസ്മാൻ 1500 വോട്ടിന് അവിടുന്ന് ജയിച്ചു. അതുകൊണ്ട് ഈ വോട്ടിൻ്റെ കണക്കെന്ന് പറയുന്നത് 1+1 = 1+1 = 2 എന്നുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും പയ്യന്നൂർ ഒരു CPM-ൻ്റെ കോട്ടയാണെങ്കിലും പയ്യന്നൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനിടയിൽ നിന്ന് വരുന്ന ആ സൂചനകൾ കാണിക്കുന്നത് അവിടെ വി കുഞ്ഞികൃഷ്ണൻ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് നടന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പാർട്ടിയോട് കലഹിച്ചതും അവസാനം പാർട്ടിയിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ പുറത്താക്കുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണൻ എന്താ പറഞ്ഞിരുന്നത്? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നത് ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച TI മധുസൂദനൻ എന്ന് പറയുന്ന പയ്യന്നൂരിൽ നിന്ന് 2021 MLA ആയ മധുസൂദനൻ മത്സരിച്ചാൽ ഞാൻ മധുസൂദനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നത്. TI മധുസൂദനെ CPM സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോഴാണ് വി കുഞ്ഞികൃഷ്ണൻ അഴിമതിക്കെതിരായിട്ടുള്ള തൻ്റെ പോരാട്ടം ഒരു ഘട്ടവും കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതും അദ്ദേഹത്തെ ഐക്യജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്നതും. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു. അവിടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡിൽ നിന്ന് ജയിച്ച കുഞ്ഞികൃഷ്ണൻ്റെ പിന്തുണ ഉണ്ടായിരുന്ന പാർട്ടിക്കെതിരായിട്ട് മത്സരിച്ച വിമതൻ 1700 വോട്ട് മേടിച്ച് അവിടുന്ന് ജയിച്ചൊരു സംഭവമുണ്ട്. അതൊക്കെ പയ്യന്നൂരിൽ ചരിത്ര സംഭവങ്ങളാണ്. കാരണം പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി മാത്രമേ ഉള്ളൂ, CPM മാത്രമേ ഉള്ളൂ. അവിടെ ഈ വിമതൻ 1700 വോട്ട് മേടിച്ച് ജയിച്ചു. അവിടെ CPM 3-ാം സ്ഥാനത്തേക്ക് പോയൊരു സംഭവം അവിടെയുണ്ട്. അതിനുശേഷം കുഞ്ഞികൃഷ്ണൻ ഈ പാർട്ടിക്കെതിരെ കലഹിച്ച് രംഗത്ത് വന്നു. കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ സമയത്ത് ഏതാണ്ട് 12,000 ആളുകൾ അവിടെ ഒന്ന് കൂടിയത്. കുഞ്ഞികൃഷ്ണൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ 2000 കോപ്പി ആ യോഗത്തിൽ വെച്ച് തന്നെ വിറ്റുപോയ സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താ സംഭവിച്ചത്? കുഞ്ഞികൃഷ്ണൻ്റെ കൺവെൻഷനിൽ 1000 പേരാണ് സുഹൃത്തുക്കളെ പങ്കെടുത്തത്. അതൊക്കെ പയ്യന്നൂരിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അത്യഭൂതപൂർവമായിട്ടുള്ള സംഭവമാണ്. എന്ന് മാത്രമല്ല കുഞ്ഞികൃഷ്ണൻ്റെ റോഡ് ഷോയിൽ 1000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. അതൊന്നും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേഴ്വില്ലാത്ത കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ചാൽ CPM-നകത്തുനിന്ന് വലിയ തോതിൽ അണികളുടെ പിന്തുണ കുഞ്ഞികൃഷ്ണന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് പയ്യന്നൂരിൽ നിന്നുള്ള MLA ആയാൽ പോലും അത്ഭുതമില്ല എന്നുള്ളതാണ് പയ്യന്നൂരിനെ സംബന്ധിച്ചിട്ട് എനിക്ക് സൂചിപ്പിക്കുക. തളിപ്പറമ്പിലേക്ക് നമ്മൾ വന്നേ. തളിപ്പറമ്പ് പയ്യന്നൂരിൻ്റെ അത്ര വലിയൊരു പാർട്ടി ഗ്രാമമല്ല, എങ്കിലും പാർട്ടി ഗ്രാമമാണ്. അവിടെയും കഴിഞ്ഞ ഒരു 8-10 തെരഞ്ഞെടുപ്പായിട്ട് CPM മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP ഗോവിന്ദൻ മാസ്റ്റർ ആണ് അവിടുന്ന് ജയിച്ചത്. 2016 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു തളിപ്പറമ്പിൽ. ആ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 20,000 വോട്ടിലേക്ക് കുറഞ്ഞു. അതായത് ഭൂരിപക്ഷം പകുതിയായി കഴിഞ്ഞ തവണ തന്നെ കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അവിടെയാണ് ഇപ്പം വിമതൻ വന്നിരിക്കുന്നത്. ആരാണ് വിമതൻ? കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ ജനകീയനും ഏറ്റവും കൂടുതൽ സർവ്വസമ്മതനുമായിട്ടുള്ള മയിൽ നിന്ന് വന്നിട്ടുള്ള TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവാണ്
അവിടെ CPM-നെതിരെ വിമതനായി മത്സരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉയർത്തിയാണ് TK ഗോവിന്ദൻ മത്സരിക്കുന്നത്. 3 പ്രാവശ്യം തളിപ്പറമ്പ് MLA ആയിട്ടുള്ള MP ഗോവിന്ദൻ അവിടുന്ന് സ്ഥാനമൊഴിയുമ്പോൾ അവിടെ തൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കണം എന്ന് വാശി പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പാർട്ടിയോട് കലഹിച്ച് TK ഗോവിന്ദൻ അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കും. TK ഗോവിന്ദനും അവിടെ സ്വതന്ത്രമായിട്ടല്ല മത്സരിക്കുന്നത്, ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ TK ഗോവിന്ദനും കിട്ടുന്ന വലിയ പിന്തുണ നമ്മൾ കാണുമ്പോൾ, TK ഗോവിന്ദൻ്റെ റോഡ് ഷോയിലും TK ഗോവിന്ദൻ്റെ കൺവെൻഷനുമൊക്കെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ, CPM-നകത്തുനിന്ന് TK ഗോവിന്ദൻ എന്ന് പറഞ്ഞ നേതാവിന് കിട്ടുന്ന സ്വാധീനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അവിടെ നിന്നും TK ഗോവിന്ദൻ CPM-ൻ്റെ അണികളുടെയും UDF-ൻ്റെയും പിന്തുണയോടുകൂടി തളിപ്പറമ്പിൽ നിന്നുള്ള വിമത MLA ആയാൽ പോലും അത്ഭുതമില്ല എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. വലിയ സാധ്യതയിലേക്കാണ് ഇവർ രണ്ടുപേരും. ഇനി നമ്മൾ PK ശശിയുടെ കാര്യം നോക്കൂ. PK ശശി ഒറ്റപ്പാലത്താണ് മത്സരിക്കുന്നത്. ഒറ്റപ്പാലവും CPM-ൻ്റെ ഒരു കേന്ദ്രമാണ്. പക്ഷെ അവിടെയും പാർട്ടി അണികളുടെ വൻതോതിലുള്ള ഒരു സ്വാധീനം, പാലക്കാട് ജില്ലയിലെ വിമതന്മാരുടെ വലിയൊരു CPM വിമതന്മാരുടെ വലിയൊരു പിന്തുണ, ഈ പിന്തുണയുടെയൊക്കെ അടിസ്ഥാനത്തിൽ PK ശശിക്കും അവിടെ ജയസാധ്യതയുണ്ട്. പക്ഷേ PK ശശിക്ക് വി കുഞ്ഞികൃഷ്ണൻ്റെയും TK ഗോവിന്ദൻ്റെയും അത്രയും വിജയസാധ്യതയുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ PK ശശിയും വലിയ തോതിൽ മുന്നേറുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ്റെയും TK ഗോവിന്ദൻ്റെയും അത്രയും വിജയസാധ്യതയിലേക്ക് എത്തുമോ എന്നുള്ള സംശയം മാത്രമാണ്. ഇനി നമ്മൾ അമ്പലപ്പുഴയിലേക്ക് വന്നാലോ. അമ്പലപ്പുഴ കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ CPM മാത്രം ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതിൽ 3-4 പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് സുധാകരൻ തന്നെ. പക്ഷേ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ചിത്രം വളരെ വ്യത്യസ്തമാണ് സുഹൃത്തുക്കളെ. അമ്പലപ്പുഴയിൽ വലിയ പിന്തുണയാണ് G സുധാകരന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അണികളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അംഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു വശത്ത് അഴിമതി വിരുദ്ധനാണ് G സുധാകരൻ. 10 വർഷം അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നപ്പോൾ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ അതിശക്തമായിട്ടുള്ള വികാരം അവിടുത്തെ താഴത്തെ പാർട്ടി അണികളുടെ ഇടയിലുണ്ട്. സജി ചെറിയാൻ്റെയും ആരിഫിൻ്റെയും നാസറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള പാർട്ടി അണികളുടെ കടുത്ത രോഷവും പ്രതിഷേധവും, അതോടൊപ്പം തന്നെ G സുധാകരൻ്റെ പ്രതിച്ഛായയും, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഈ പിണറായി സർക്കാരിനെതിരെയുള്ള വെറുപ്പും അറപ്പും രോഷവും പ്രതിഷേധവും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് ജയിക്കാനുള്ള സാധ്യതയും വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം മൊത്തത്തിൽ നമ്മൾ വിമതന്മാർ വാഴുമോ വീഴുമോ എന്നുള്ള നമ്മളുടെ വിശകലനത്തിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന ഒരു കൺക്ലൂഷൻ, ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ 4 പേര് മത്സരിക്കുന്നതിൽ 3 പേരെങ്കിലും ജയിച്ച് MLA ആവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടിന് മുമ്പുള്ള ഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്.